എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗുജറാത്തി സ്പെഷ്യൽ ഡിഷ് ആയിട്ടുള്ള മേത്തി തേപ്ല എങ്ങനെയാ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ മേത്തി തേപ്ല അല്ലെങ്കിൽ ഉലുവയുടെ ഇല ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പറാത്ത പോലെ ഒരു ഐറ്റം. അപ്പൊ സാധാരണ മേത്തി പറാട്ടയുടെ റെസിപ്പി ഇതിനു മുമ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ മേത്തി തേപ്ലയും മേത്തി പറാട്ടയും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മേത്തി തേപ്ല എന്ന് പറയുമ്പോൾ നമുക്ക് 2-3 ദിവസമൊക്കെ വരെ കേടുകൂടാതെ സൂക്ഷിക്കാനൊക്കെ പറ്റും. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൂടുതൽ പേര് ഓപ്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ മേത്തി തേപ്ല എന്ന് പറയുന്നത്. നല്ല ഹെൽത്തിയാണ്. ഉലുവയുടെ ഇല എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഡയബറ്റിക്സ് ഉള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ കസൂരി മേത്തിയൊക്കെ ഉപയോഗിക്കുമല്ലോ പല ഡിഷസിലും ഫ്ലേവറിന് വേണ്ടിയിട്ടും ഹെൽത്ത് ബെനിഫിറ്റ്സിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മേത്തി തേപ്ല ഉണ്ടാക്കണേന്ന് നോക്കാം. നമുക്കപ്പോൾ മേത്തി തേപ്ല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉലുവയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ തണ്ടൊക്കെ മാറ്റിയിട്ട് ഇതിന്റെ ഇല മാത്രം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചെറുതായിട്ട് ഇത് മുറിച്ചെടുക്കണം. ഞാനിവിടെ 1 കെട്ട് അളവിലാണ് ഉലുവയുടെ ഇല എടുത്തിരിക്കുന്നത് കേട്ടോ. ഉലുവയുടെ ഇല എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഡയബറ്റിക്സ് ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ ഫീഡിങ് മദേഴ്സിനും ഒക്കെ വളരെ നല്ലതാണ്. ഇതിൻ്റെ ഉണങ്ങിയതാണല്ലോ നമ്മൾ കസൂരി മേത്തിയായിട്ട് ഉപയോഗിക്കുന്നത്. ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ കണ്ടോ ഉലുവയുടെ ഇല മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് തന്നെ നമുക്ക് ഉലുവയുടെ ഇല ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉലുവയുടെ ഇലയുടെ അളവ് മുറിച്ചതിന് ശേഷം 1.5 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ കുറച്ച് കുറഞ്ഞാലോ കൂടിയാലൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. മല്ലിയില ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതി. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം, അതായത് ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് 3 കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അല്ലെങ്കിൽ നല്ല പേസ്റ്റ് ആക്കി എടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചതച്ചെടുത്തതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ എരിവ് കൂടുതലാണെങ്കിൽ കൂടുതലാട്ടോ. ഇതിനിപ്പോൾ അത്യാവശ്യം എരിവ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. കടലമാവിൻ്റെ അളവ് കൂടുതൽ ആവണ്ട കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് എള്ളാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്ത എള്ളാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം കായ വെച്ച് നല്ല പോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കണത്. അപ്പോൾ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈര് ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്കിത് 3-4 ദിവസമൊക്കെ കേട് വരാതെ സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഉപയോഗിക്കേണ്ട. അതിന് പകരം തൈര് ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കാം. ചെറിയ പുളിയുള്ള തൈരാണ് കേട്ടോ ഞാനതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം കൂടുതലാവാനുള്ള സാധ്യത കൂടുതലാട്ടോ. കാരണം ഈ ഒരു ഇലയുണ്ടല്ലോ ഉലുവയുടെ ഇലയൊക്കെ ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക കൂടുതലായിട്ട്. ഇതിപ്പോൾ കണ്ടോ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇപ്പം തന്നെ തയ്യാറാക്കി എടുക്കാം. ഇത് നമുക്ക് ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണ പോലെ 15 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് വെക്കും തോറും ഇതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നത് ഉലുവയുടെ ഇലയാണല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തോട്ട് വരും. വാട്ടർ റിലീസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതലെന്നല്ല, എന്തായാലും ഈ ഒരു മാവ് ലൂസായിട്ട് വരും കൂടുതൽ സമയം നമ്മൾ വെക്കും തോറും. അപ്പോൾ നമുക്കിത് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണല്ലോ. പിന്നെ ഈ ഒരു ഉലുവയുടെ ഇല ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു തേപ്ല ഉണ്ടല്ലോ, മേത്തി തേപ്ല, പലരും പല രീതിയിൽ പല ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. അതായത് അജ്വൈൻ അല്ലെങ്കിൽ അയമോദകം ചേർക്കാറുണ്ട്, ഗരം മസാല ചേർക്കാറുണ്ട്. അങ്ങനെ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇനിയിപ്പോൾ നമ്മൾ പരത്തിയതിൽ നിന്ന് ഒരു ഉരുള എടുക്കുക. അതിനുശേഷം ഗോതമ്പ് പൊടിയിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം.
എന്നിട്ട് ഇനി പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കാം, അല്ലെങ്കിൽ എണ്ണ, അതായത് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാം. എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് പരത്തിയെടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടമുണ്ട്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നല്ല കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ മേത്തി തേപ്പില ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു തവ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ ഒരു മേത്തി തേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഒന്ന് വെന്ത് വരട്ടെ. ഒരു ഭാഗം ഒന്ന് ചെറിയതായിട്ട് വെന്ത് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ഇതുപോലെ എടുത്തിട്ട് എല്ലാവിടെയും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നമുക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എല്ലാവിടേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചെറിയ ബ്രൗൺ കളറ് സ്പോട്ടൊക്കെ വരുന്ന ആ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കണത്. ഈ ഇലയ്ക്കൊന്നും അങ്ങനെ വേവ് കാര്യങ്ങളൊന്നുമില്ല, ഇതിൻ്റെ കൂടെ തന്നെ വെന്ത് വന്നോളൂ. ഈ എണ്ണ സ്പ്രെഡ് ചെയ്യണതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യാണെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു ക്രിസ്പി ടെക്സ്ചറിലേക്ക് വരും. എണ്ണയാകുമ്പോൾ ഈ ഒരു മേത്തി തേപ്പില ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലായിരിക്കും വരിക. ഇപ്പോൾ കണ്ടോ, ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് വരും. കണ്ടില്ലേ, റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ മേത്തി തേപ്പിലയും നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്താലും മതി കേട്ടോ. നമുക്കിപ്പോൾ ഇതിൻ്റെ കൂടെ കറിയുടെ ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും റൈത്തയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. റൈത്ത, അച്ചാർ, അങ്ങനത്തെ കോമ്പിനേഷനൊക്കെ അടിപൊളിയായിട്ട് തന്നെ വരും. കുക്കുംബർ റൈത്തയോ അല്ലെങ്കിൽ മിക്സ്ഡ് വെജിറ്റബിൾ റൈത്തയോ, അങ്ങനെ എന്താ പറയുക, ഒരു തൈരിൻ്റെ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് വളരെ നന്നായിട്ട് തന്നെ വരും. അല്ലെങ്കിൽ കറിയുടെ കൂടെ കഴിക്കണമെങ്കിൽ കഴിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറിയുടെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ അതെ, ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മേത്തി തേപ്പില തയ്യാറാക്കിയെടുക്കുക ഇതുപോലെയെല്ലാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടുണ്ടോ? ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.